ഓം നമ ശിവായ. 2025 ജനുവരി മാസം 30 വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം. ഗ്രഹസ്ഥിതി രാഹുവും ശുക്രനും മീനൻ രാശിയിൽ നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു, സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു, ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. തന്മൂലം ജോലിയിൽ അധികാരശക്തി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായുള്ള നേട്ടമുണ്ട്. വിദ്യ കൊണ്ട് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ധനനേട്ടവും കുടുംബസുഖവും തൊഴിൽ ഗുണവും ഒക്കെ അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇവർക്ക് ഈ വ്യാഴം ഒരു ദോഷവും കൂടി ഇതോടൊപ്പം ചെയ്യുന്നുണ്ട്. കാരണം ഈ വ്യാഴം എന്ന് പറയുന്നത് 12ാം ഭാവത്തിൻ്റെ അധിപനാണ്, നഷ്ടഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ധനനേട്ടവും അധികാര സ്ഥാനങ്ങളും അതുപോലെ തന്നെ ധനപരമായ നേട്ടവും അംഗീകാര സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ കൊടുത്താലും അത് പിന്നീട് ഇല്ലാതാക്കുവാൻ ശ്രമിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. കാരണം നഷ്ടഭാവത്തിൻ്റെ അധിപനായതുകൊണ്ട് അതെല്ലാം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഈ വ്യാഴാഴ്ച അങ്ങനൊരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം 12ാം ഭാവത്തിൽ ശുക്രൻ വന്നു നിൽക്കുന്നു. ശുക്രൻ്റെ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അങ്ങനെ ഈ ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നഷ്ടസാധ്യതകളും വന്നു ചേരുന്ന ഒരു ദിവസമല്ല. നേരെ മറിച്ച് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷെ ബന്ധുജനങ്ങളുടെ ശത്രുത വന്നു ചേർന്നാൽ പോലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കൽ രോഹിണി മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. കലകളിൽ കൂടി അവർ അംഗീകാരവും പ്രശസ്തിയുമൊക്കെ നേടിയെടുത്ത് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ദിവസം, സൗന്ദര്യം വർദ്ധിക്കുന്ന ദിവസം, പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാഹചര്യം വന്നിരുന്ന ദിവസം, ധനപരമായിട്ടുള്ള നേട്ടം, സൽപുത്ര ഭാഗ്യം, പ്രശസ്തി, അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഇവർക്ക് പെൺമക്കൾ മുഖേനയുള്ള നല്ല ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസവുമാണ്. അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന ലാഭകരമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കൽ രോഹിണി മകീരൻ 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ മാത്രം അനുകൂലമായൊരു ദിവസമല്ല. ശത്രുത ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ അനുഭവത്തിൽ വരാനിടയുണ്ട്. തൊഴിൽപരമായുള്ള നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പല പ്രകാരത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ഈ 12ൽ നിൽക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ 10ൽ നിൽക്കുന്ന ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങളൊന്നും തന്നെ മിഥുനക്കൂറുകാർക്ക് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അതുപോലെ ദശാകാലത്തിൻ്റെ ദോഷം അനുഭവിക്കുന്നവർക്ക് മാത്രമേ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഏറെക്കുറെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണ്. സുഖം സ്വസ്ഥത മാത്രം അനുകൂലമല്ലെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഇല്ല എങ്കിൽ പോലും കുടുംബസുഖം ധനപരമായ നേട്ടം കാര്യമായി ഉണ്ടാകില്ല എങ്കിലും സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ട് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും വലിയ ദോഷാനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതാണ് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളായിരിക്കും മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല പൂയമായില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് വന്നു ചേരുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അവർ വലിയ ഒരു മാറ്റത്തെ അഭിമുഖീകരിക്കാൻ പോകുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ അവരുടെ 11ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം നിൽക്കുന്ന രാശി എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവൻ രാശിയാണ്. അപ്പോൾ ഈ ശുക്രൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് കടന്നു വന്ന് അവിടെ നിൽക്കുമ്പോൾ ഈ 2 ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് ലാഭകരമായ അനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും കൊണ്ട് കർക്കിടകക്കുറുകാരുടെ ജീവിതം മാറി മാറിയാൻ പോവുകയാണ്. അതിന് തുടക്കമിടുന്നൊരു ദിവസമാണ് ഈ
വ്യാഴാഴ്ച ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ധനപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ്. രാജയോഗ തുല്യമായ അനുഭവങ്ങളാൽ അവരുടെ ജീവിതം മെയ് മാസം 31 വരെയുള്ള സമയത്ത് വളരെ ഉന്നതമായ നിലയിലേക്ക് മാറി വരുന്നതാണ്. അപ്പോൾ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റേതായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ശുക്രനും വ്യാഴവും അനുകൂലമായിട്ടാണോ നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നേട്ടം, ഈ രാജയോഗ തുല്യമായ നേട്ടം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാവുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ പലവിധമായ പ്രതിസന്ധികളിൽ കൂടിയാണ് കർക്കിടകക്കുറുകാർ കടന്നു പോകുന്നതെങ്കിൽ അതെല്ലാം മാറി മറിഞ്ഞ് നല്ലൊരു ജീവിത സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കട്ടെ. ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. രാജയോഗമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. വ്യാഴം അവരുടെ 5ാം ഭാവത്തിൻ്റെ അധിപനായിട്ട് നിൽക്കുന്നത് കൊണ്ട്, ത്രികോണഭാവത്തിൻ്റെ അധിപനായിട്ട് നിൽക്കുന്നതുകൊണ്ട് രാജയോഗം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 5ാം ഭാവത്തിൻ്റെ അധിപനായിട്ട് വ്യാഴം സ്വാധീനിക്കുന്ന ജാതകരെല്ലാവരും ഈ രാജയോഗം അനുഭവിക്കും. നേരെ മറിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം ഈ നാളുകാരെ സ്വാധീനിക്കുന്നതെങ്കിൽ അവർക്ക് ഈ രാജയോഗം വന്നു ചേരണമെന്നില്ല. തൊഴിൽ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, കിട്ടുന്ന ധനം അനാവശ്യമായിട്ട് ചെലവഴിഞ്ഞ് പോകുക, എത്ര കിട്ടിയാലും തികഞ്ഞു പറ്റാത്ത സാഹചര്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വ്യാഴം അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് ഇവരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ വ്യാഴാഴ്ച മുതൽ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. ഈ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുകയാണ്. അതായത് ശുക്രനും വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ കൊണ്ടുള്ള ഒരു നേട്ടവും വന്നു ചേർന്ന് ഈ നാളുകാരുടെ ജീവിതം രാജയോഗ തുല്യമായ അനുഭവത്തിൽ കൂടി മെയ് മാസം 31 വരെ കടന്നു പോകും. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം തീർച്ചയായിട്ടും ഈ ജാതകർക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ള കാര്യം. ഇനിയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരുടെ കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധമായ പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ നിന്നും നീങ്ങിപ്പോവുകയാണ്. മെയ് മാസം 31 വരെ അവർക്ക് അനുകൂലമായ ഒരു ജീവിത സാഹചര്യം വന്നു ചേരാൻ പോകുകയാണ്. അവരുടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നാളിതുവരെ അവർക്ക് യാതൊരുവിധ ഗുണവും ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും വ്യാഴം ചെയ്യാൻ പോകുകയാണ്. കാരണം അവരുടെ 2ാം ഭാവത്തിൻ്റെ അധിപൻ, കുടുംബഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ആയതിനാൽ ഈ 2 ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ശുക്രനും രാഹുവും ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ 7ാം ഭാവത്തിൽ ശുക്രനും രാഹുവും ചേർന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ അനുഭവങ്ങൾ തന്നില്ല എന്നു വരാമെങ്കിലും ഈ ഗ്രഹങ്ങൾ തമ്മിൽ ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും നീങ്ങുന്ന ഒരു സമയമാണ് വന്നു ചേരുക. അതായത് കടബാധകളാൽപ്പെട്ട് ഭാരപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി കൊണ്ടുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവരുടെ ജീവിതം ഈ 2025 മെയ് മാസം 31 വലിയൊരു മാറ്റത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് കടന്നു വന്നിരിക്കുന്നത്. രാജയോഗമാണ് ഇവരുടെ 7ാം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ 9ാം ഭാവത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് നാളിതുവരെ ദാമ്പത്യ ജീവിത പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം ഒരു വിടുതലുണ്ടാകും. ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് അതിനെല്ലാം ഒരു മാറ്റം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. നാളിതുവരെ വ്യാഴം 9ാം ഭാവത്തിൽ നിന്നിട്ടും ഈ സ്ത്രീ ജാതകർക്ക് പോലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേർന്നിട്ടില്ല. എന്നാൽ ഇനിയിപ്പോൾ അതൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല ഫലങ്ങൾ ഈ കന്നിക്കുറുകാർക്ക് ലഭിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, നേടിയെടുക്കുക, ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം 2 ശുഭഗ്രഹങ്ങൾ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ശുക്രൻ 6ാം ഭാവത്തിലും അതുപോലെ തന്നെ വ്യാഴം 8ാം ഭാവത്തിലും നിൽക്കുന്ന ഒരു ദിവസമാണ്. 6, 8 എന്നീ ഭാവങ്ങൾ വളരെ ദോഷം ചെയ്യുന്ന ഭാവങ്ങളാണ്. അവിടെ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസമാണ്. ആയതിനാൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് വന്നു ചേരേണ്ടത്. എന്നാൽ ഇവിടെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഈ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് 6ഉം 8ഉം ഭാവത്തിൻ്റെ അധിപന്മാർ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് ദോഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത തീരെ കുറവാണ്. അതുപോലെ തന്നെ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 6ാം ഭാവത്തിൽ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രോഗം, ശത്രുത, കടബാധ്യത എന്നുള്ള ദോഷങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ
ഈ ഗ്രഹങ്ങൾ തമ്മിൽ ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് ദോഷം തന്നെ ഒന്നും ഉണ്ടാകത്തില്ല, നേട്ടമാണ് വന്നു ചേരുക. അതായത് രോഗം, ശത്രുത, കടം എന്നിവയാൽ ഭാരപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ആശ്വാസത്തിൻ്റെ ദിനങ്ങളാണ് മെയ് മാസം 31-ാം തീയതി വരെ. ശനിയുടെ ദോഷത്താൽ ഒരുപാട് പേർ മാനസികമായ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഇനിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ശുക്രൻ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് ഉച്ചനായിട്ട് മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ അവരുടെ മേൽ വന്നു ചേരുന്ന എല്ലാവിധ ദോഷങ്ങളും താനേ പോകും എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് ബലമായി, അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ടാണ് ഈ മീനൻ രാശിയിൽ വളരെ ബലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഒരു ഗ്രഹം ഉച്ചസ്ഥിതിയിലാകുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ ബലവാനാണ് എന്നുള്ളതാണ്, പവർഫുള്ളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നാളുകാർ പവർഫുള്ളാകും. ആയതിനാൽ ശനിയുടെ ദോഷം കൊണ്ട് ഭാരപ്പെട്ടിരുന്ന തുലാക്കൂറുകാരൊക്കെ അവരിനിപ്പോൾ ഈ ശുക്രൻ്റെ ഉച്ചസ്ഥിതി മൂലം രോഗം, ശത്രുത, കടം എന്നിവയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് മെയ് മാസം 31-ാം തീയതി വരെ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് അല്പം പോരായ്മകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നാലും രോഗം, കടം, ശത്രുത എന്നിവയിൽ നിന്ന് വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കളുടെയോ സഹോദരങ്ങളുടെയോ ഭാഗത്തു നിന്നുള്ള ചതിവോ വഞ്ചനയോ ഒന്നും ഇവർക്കിനി ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും വൃശ്ചികക്കുറാണ്. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. 7-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ജാതകർ വിദേശത്ത് പോകും, വിവാഹം നടക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഈ വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ച് ഈ വക നേട്ടങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാതെ നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ കാര്യവിചാരഭാവത്തിൽ രാഹു നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ 12-ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ സകല കാര്യങ്ങളിലും നഷ്ടം വരുത്തി കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു ജീവിത സാഹചര്യമായിരുന്നു ഈ വൃശ്ചികക്കുറുകാർക്ക്. എന്നാൽ ഇനിയിപ്പോൾ അതിന് മാറ്റം വരികയാണ്. ശുക്രൻ ഇവരുടെ 7-ാം ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ആ ശുക്രൻ 5-ാം ഭാവത്തിലേക്ക് കടന്നു വരികയും 5-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിലേക്ക് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ച് ഇനി മെയ് മാസം 31-ാം തീയതി വരെ ഒരു സുവർണ കാലമാണ്. അവർക്ക് വിദേശത്ത് പോകുവാനും വിവാഹം നടക്കുവാനും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ്. ഈ സമയത്ത് തന്നെ അവരുടെ വിവാഹം നടക്കണം, വിദേശത്തൊക്കെ പോകണം, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഏറ്റവും നല്ല അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മറ്റ് ഗ്രഹങ്ങളുടെ രാശിപ്പാർച്ച മൂലം അല്ലെങ്കിൽ രാശി മാറ്റം മൂലമൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്ക് അവർ തന്നെ അവർക്ക് ദോഷം വരുത്തി വെക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അവരുടെ കൂറിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ ഇവർക്ക് വന്നു ചേരുന്ന നേട്ടങ്ങളെയൊക്കെ തട്ടിക്കളയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വേണം ജീവിക്കുവാൻ. വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ തട്ടിക്കളയാതെ നിൽക്കണം. ഇപ്പോൾ സമയം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതായത് വ്യാഴവും ശുക്രനും അനുകൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ ഇവർ തന്നെ ഇവരുടെ ജീവിതത്തിലെ നന്മകളെ ഇല്ലാതാക്കി ജീവിക്കാനുള്ളൊരു സാഹചര്യം ചൊവ്വ ഉണ്ടാക്കി കൊടുക്കും. അതിൽ വീഴരുത്. അപ്പോൾ മെയ് മാസം 31-ാം തീയതി വരെ നല്ല സമയമാണുള്ളത്. ഇത്രയും നാളും പലവിധമായ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിച്ചവർ, ഒരുപാട് ക്ഷേത്രങ്ങളിൽ വഴിപാടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയവർ, അതുപോലെ തന്നെ ധനനഷ്ടം സംഭവിച്ചവർ, പൂജയ്ക്കായി പൈസ ചെലവഴിച്ചവർ, അവർക്കൊക്കെ ഇനിയിപ്പോൾ ഈ പൂജയുടെ ഒന്നും നേട്ടമല്ല, ഈ ശുക്രനും വ്യാഴവും നൽകുന്ന ഒരു അനുകൂലമായ സമയം ഇവർക്ക് വന്നു ചേരാൻ പോകുകയാണ്. അത് അനുഭവിക്കുക, അതിൽ തടസ്സപ്പെടുത്തി കളയരുത്, സ്വന്തം ശ്രമത്താൽ അതിനെ ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. നാളെ കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും സൗഭാഗ്യമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതും വൃശ്ചികക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടൻ കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം വ്യാഴം 6-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ജാതകരെ സ്വാധീനിക്കുന്ന ദിവസമാണ്. 6-ാം ഭാവത്തിൽ ശുഭഗ്രഹമായ വ്യാഴം നിന്നാൽ രോഗം, ശത്രുത, കടം എന്നിവ ഉണ്ടാകുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. നേരെ മറിച്ച് അവിടെ ഒരു പാപഗ്രഹമാണ് വന്നു ചേരുന്നതെങ്കിൽ, പാപഗ്രഹത്തിന് പറ്റിയ സ്ഥാനമാണ് 6-ാം ഭാവം എങ്കിലും തിക്താനുഭവങ്ങളൊക്കെ നൽകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവിടെ ഒരു ശുഭഗ്രഹമാണ്, അതുകൊണ്ട് തിക്താനുഭവങ്ങൾ വന്നു ചേരില്ല എന്നുള്ളതാണ് ഒരു സത്യം.
അപ്പോൾ ഇവർക്ക് 4-ാം ഭാവത്തിൽ ശുക്രൻ വന്നു നിൽക്കുന്നു. ഈ ശുക്രനും വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ മെയ് മാസം 31-ാം തീയതി വരെ നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ലാഭം കൊയ്യുവാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ ഒരു പോരായ്മയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള അനുകൂലമായ ഒരു സാഹചര്യമല്ല, അത് ഉടനെ വന്നു ചേർന്നോളും. അപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. തൊഴിൽപരമായിട്ടുള്ള ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെ ലാഭം കൊയ്യുവാൻ പറ്റിയ അനുകൂലമായ സാഹചര്യം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പലവിധമായ പ്രതിസന്ധികളാൽ ഭാരപ്പെട്ടവർക്കൊക്കെ ഇനി ആശ്വാസത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. നാളെ വ്യാഴാഴ്ച ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടായില്ല എങ്കിൽ പോലും, തൊഴിലിൽ നിന്നുള്ള വരുമാനം കാര്യമായിട്ടുണ്ടായില്ല എങ്കിൽ പോലും, കുടുംബത്തിൻ്റെ സ്ഥിതി അല്പം മോശമായാൽ പോലും നിങ്ങൾക്ക് ഒരു സ്ത്രീ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും അതോടൊപ്പം തന്നെ ഭൂമി, വസ്തു, വാഹനം, വീട് എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാര്യവിജയം ഉണ്ടാകും. തൊഴിൽപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാം. കാരണം ഈ ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് മകരക്കൂറുകാരെ സംബന്ധിച്ച് വല്ലതും ഉണ്ടാക്കിയെടുക്കുവാൻ അനുകൂലമായൊരു സമയമാണ്. കഷ്ടപ്പെട്ടാൽ പ്രതിഫലം കിട്ടുന്നൊരു സമയമാണ്. തൊഴിൽപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാം. സ്ത്രീ മൂലമുള്ള നേട്ടം പ്രതീക്ഷിക്കാം. പ്രവർത്തന മേഖലകളിൽ വിജയിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ്. മെയ് മാസം 31-ാം തീയതി വരെ ഇതിൻ്റെ നേട്ടം അനുഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെ വീട്, വസ്തു, ഭൂമി സംബന്ധിച്ചുള്ള ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നിരുന്ന സമയമാണ്. ഭൂമി വിൽക്കുന്നവർക്ക് വിറ്റാൽ ലാഭം കിട്ടും, വാങ്ങിക്കുന്നവർക്കും ആദായത്തിൽ കിട്ടും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നാളെ വ്യാഴാഴ്ച ദിവസവും അതുപോലെ തന്നെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നിങ്ങളുടെ പെൺമക്കൾ മുഖേനയുള്ള മനസ്സിന് സന്തോഷം വന്നു ചേരുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒരു പക്ഷേ ചിലരിൽ തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമോ ഉണ്ടായേക്കാമെങ്കിലും അത് ഒരു നിസ്സാരമായിട്ട് അതിനെ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഉടൻ തന്നെ നല്ല ധനനേട്ടവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് തൊട്ട് മുമ്പിലുള്ളതെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യം, ധനം, സ്ത്രീ എന്നിവയാൽ ഇവർ രാജകീയമായ ജീവിത സാഹചര്യത്തിന് ഉടമകളായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇവരുടെ 2-ാം ഭാവത്തിൽ ശുക്രൻ വന്നു നിൽക്കുന്നു. ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ 2-ാം ഭാവത്തിൽ, ധനഭാവത്തിൽ, കുടുംബഭാവത്തിൽ വന്നു നിൽക്കുമ്പോൾ കുടുംബത്തിൽ ഭാഗ്യം കൊണ്ട് ധനവും കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ വലിയ മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കുംഭക്കൂറുകാർ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതം വലിയൊരു മാറ്റത്തിലേക്ക് എത്താൻ പോവുകയാണ്. അവരുടെ ജീവിതം ഉദിച്ചുയരാൻ പോവുകയാണ്. ഭാഗ്യം കൊണ്ടും ധനം കൊണ്ടും സ്ത്രീ കൊണ്ടും അവരുടെ ജീവിതം മറിയാൻ പോവുകയാണ്. അവരുടെ തൊഴിൽപരമായിട്ടുള്ള സാഹചര്യം അത്ര അനുകൂലമല്ലെങ്കിൽ പോലും അവർക്ക് ഭാഗ്യം കൊണ്ടും ഒരു സ്ത്രീ മുഖേനയുമുള്ള നേട്ടമാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് അവർ വളരെ ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമയം. ഇപ്പോൾ വ്യാഴാഴ്ച ദിവസവും ഈ അനുഭവം കൊണ്ട് അവർ ജീവിതത്തിൽ ധന്യരായിത്തീരും എന്നുള്ളതാണ് കുംഭക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടായില്ല എങ്കിൽ പോലും വിഷമിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. ഭൂമി കൊണ്ടുള്ള നേട്ടങ്ങൾ അവർക്ക് കാര്യമായിട്ടുണ്ടായില്ലെങ്കിൽ പോലും വിഷമിക്കാനില്ല. മാതൃസുഖം അല്പം കുറവാണെങ്കിൽ പോലും വിഷമിക്കാനില്ല. അവർക്ക് മറ്റു പല സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേർന്ന് അവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന ഒരു ദിവസമാണ്. ചിലരിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വളരെയേറെ വന്നു ചേരാൻ ഇടയുണ്ട്. കാരണം അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു, ഇവരുടെ ജന്മരാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് ഈ നാളുകാരെ സ്വാധീനിക്കുന്നവർ, അങ്ങനെ ഒരു സ്വാധീനം വന്നു ചേർന്നിട്ടുള്ള എല്ലാ ജാതകർക്കും ഒരുപക്ഷെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാം. കലഹമുണ്ടാകുവാനും സ്ത്രീകളുമായിട്ട് കലഹമുണ്ടാകാനും സ്ത്രീ സംബന്ധമായ എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർക്ക്
സുഹൃത്തെന്ന നിലയിൽ, സഹോദരങ്ങൾ എന്ന നിലയിൽ സ്ത്രീകൾ പ്രവർത്തിച്ച് അവർക്ക് ജീവിത വിജയം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെതായ നന്മകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമായിട്ട് ഇത്രയും കാര്യങ്ങൾ കേട്ട് പ്രിയപ്പെട്ടവർ ജീവിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക. ഈ വരും നാളുകൾ നല്ല നാളുകൾ അനുഭവയോഗ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക. മഹാദേവനോട് ഞാനും പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കഷ്ടപ്പെട്ട് സമയം കളഞ്ഞ് ചെയ്യുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി ഈ വീഡിയോ കാണുവാനും കേൾക്കുവാനും ഒക്കെയുള്ള താല്പര്യം കാണിക്കണം. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.